ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ ഇതൊരു റെസിപ്പി വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് മന്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തിയാണിത്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് അത്രയ്ക്ക് ഒരു ഗ്യാരണ്ടിയുള്ള ഒരു റെസിപ്പി ആട്ടോ ഇത്. ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പുറത്തുനിന്നെല്ലാം കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണെന്ന് പറയാം. നല്ലൊരു സോഫ്റ്റായിട്ട് ചിക്കനും ബീഫും ഒക്കെ ആണെങ്കിലും നല്ല സോഫ്റ്റായിട്ട് അതിൻ്റെ ചോറും ഒക്കെ അങ്ങനെ ആ ഒരു രീതിയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാനിത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു ഫ്ലെയിം വന്ന ശേഷം ഞാനൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 1/4 മണിക്കൂറാട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുക്കറിൻ്റെ ആ ഒരു ഇതനുസരിച്ച് വേവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. പിന്നെ ഇത് ബസ്മതിയുടെ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകിയിട്ട് കുതിർത്ത് വെക്കാം. വൈറ്റ് റൈസ് ആയതുകൊണ്ട് തന്നെ ഒരു 1/2 മണിക്കൂറേ കുതിർത്ത് വെക്കുന്നുള്ളൂ. ഗോൾഡ് റൈസ് ആണെങ്കിൽ എന്തായാലും 1 മണിക്കൂർ കുതിർത്ത് വെക്കേണ്ടി വരും. പിന്നെ ഒരു ചെറിയൊരു മാരിനേഷൻ നമുക്ക് റെഡിയാക്കി എടുക്കാം. ബീഫ് വേവുന്ന സമയത്ത് നമുക്ക് അത് റെഡിയാക്കാം. അപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തതും മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ബീഫ് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ല, കാരണം നമ്മൾ ബീഫ് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം അതിലേക്ക് മാഗി ക്യൂബും കൂടി ചേർക്കുമ്പോൾ എന്തായാലും ഉപ്പ് റെഡി ആയിക്കോളും. അപ്പോൾ അതാ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഓവർ കുക്കായിട്ടില്ല, കറക്റ്റ് ആ ഒരു എന്നാൽ കുക്കായിട്ടുണ്ട് ആ ഒരു രീതിയിൽ ആയിട്ടാണ് കേട്ടോ ബീഫ് എടുക്കേണ്ടത്. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ബീഫ് വേവണം, പക്ഷേ എന്നാലും നമ്മൾ തൊടുമ്പോൾ ഇങ്ങനെ കയ്യിൽ കിട്ടുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ വെന്ത് പോകരുത്. ഇനിയിപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി കുക്കറിൽ വിസിലടിപ്പിക്കാനുണ്ട്, അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുതിർത്ത് വെച്ച റൈസ് ഇട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു മന്തിൻ്റെ മെയിൻ താരം എന്ന് പറയുന്നത് കുക്കറാണ്. കുക്കറിലാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നത്. കുക്കറിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ശരിയായ ആ ഒരു രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം പട്ടയും, പിന്നെ ഒരു 4 ഗ്രാമ്പൂ, 3 ഏലക്കായി, പിന്നെ കുറച്ച് കുരുമുളകും പൊടി, ചെറിയ ജീരകം എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പീസ് മാഗി ക്യൂബും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോയിലേക്ക് ഒരു ഫുള്ള് 1-2 മാഗി ക്യൂബല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിൽ ഒരു പകുതിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. പകുതി ഞാൻ മറ്റൊരു കുക്കറിൽ റെഡിയാക്കുന്നുണ്ട്, കാരണം 1 കിലോ ഫുള്ള് റൈസ് ഇതിൽ വേവിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പകുതി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 1 കിലോയുടെ അളവാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ബീഫ് ഇതുപോലെ നിരത്തി കൊടുക്കാം. പിന്നെ നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ കിട്ടിയ സ്റ്റോക്കും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പകുതി ഒഴിച്ചിട്ടുണ്ട്, പകുതി മറ്റേ കുക്കറിലും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഇതാ ഈ ഒരു രീതിയിലാട്ടോ വന്നിട്ടുള്ളത്. ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ ഊറ്റിയെടുത്തതാണ്. ഇതിലേക്ക് ചോറ് തട്ടി കൊടുത്ത ശേഷം നമുക്ക് പച്ചമുളകും ഇതേപോലെ വെച്ച് കൊടുക്കാം. പിന്നെ ഒന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചാർക്കോൾ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് പെട്ടെന്ന് അടച്ചു കൊടുക്കാം. ഇനിയിപ്പം കുക്കർ ഒരു വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഒറ്റൊരു വിസിൽ മതി. അപ്പോൾ ചില കുക്കർ വിസിലടിക്കാൻ വൈകുന്ന കുക്കർ ഒക്കെ ഉണ്ടാകും. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റ് ആ ഒരു ടൈമിൽ കുക്കർ വിസിലടിക്കും. അതുകൊണ്ട് ആ ഒരു ടൈമിൽ ഓഫാക്കിയ ശേഷം നമ്മൾ ഇതൊരു വലിയൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ കുക്കറിൽ ഉള്ളതും കൂടി ഞാൻ ഇതിലേക്ക് തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കുക്കറിലെ മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി ഒന്നിച്ചൊരു വലിയ ബൗളിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പറഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കറക്റ്റ് ആ ഒരു സോഫ്റ്റ്നെസ്സും എല്ലാം ടേസ്റ്റും ഒക്കെയുള്ള ഒരു മന്തിയാണ്. അപ്പം ട്രൈ ചെയ്യാത്തവരെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക.
എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ കൂടുതലും വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ചാനലിൽ ഇടാറുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിതാ ഇതുപോലെ റെസിപ്പി വീഡിയോ ആയിട്ടൊക്കെ വരും. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത നല്ല